ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് സപ്ലയർ ലെഡ്ജർ ചെക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ സപ്ലയർ ലെഡ്ജർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്താണ് സപ്ലയർ ലെഡ്ജർ വരുന്നത്. ഇതിൽ നമുക്ക് സപ്ലയർ ലെഡ്ജർ സെലക്ട് ചെയ്യാം. സപ്ലയർ ലെഡ്ജർ ഓക്കെ, ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ സപ്ലയറിൻ്റെ നെയിം സെലക്ട് ചെയ്യാനുള്ള ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയറിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ സപ്ലയർ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് സപ്ലയറിൻ്റെ ആണോ ലെഡ്ജർ കാണേണ്ട ആ സപ്ലയറിന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡേ വൈസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്രം ആൻഡ് ടു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ 1 month ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വ്യൂ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു സപ്ലയറിൻ്റെ ലെഡ്ജർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് കറണ്ട് ബാലൻസ് എത്രയുണ്ട്, നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. പിന്നെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് കാണിക്കും. വേറൊരു സപ്ലയറേയും കൂടി ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. വ്യൂ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ വരുന്നത് സപ്ലയറിൻ്റെ ലെഡ്ജർ. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് 19,932 ആണ്. അപ്പോൾ അതിൽ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് എമൗണ്ട്, 19,200 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിമൈനിങ് എമൗണ്ട് ആണ് ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്ലയറിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. എന്നൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്തത്, എന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു, പെൻഡിങ് എത്രയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സപ്ലയർ ലെഡ്ജറിൽ കാണാൻ പറ്റും. അപ്പോൾ സപ്ലയർ ലെഡ്ജർ വരുന്നത് റിപ്പോർട്ട്സിൻ്റെ അകത്ത് സപ്ലയർ ലെഡ്ജർ, റിപ്പോർട്ട്സ്, സപ്ലയർ ledger. Okay, thank you for watching this video. Thank you.